പണ്ട് പണ്ട് റോബിൻ ഹുഡ് എന്നൊരു വലിയ കൊള്ളക്കാരനുണ്ടായിരുന്നു. അയാൾ ഗ്രാമത്തിൽ നിന്ന് വളരെ അകന്ന് ഷെർവുഡ് എന്ന കാട്ടിലാണ് താമസിച്ചിരുന്നത്. മറ്റുള്ളവരിൽ നിന്ന് അയാൾ പലതും മോഷ്ടിച്ചിരുന്നെങ്കിലും അയാൾക്ക് അലിവുള്ളൊരു മനസ്സുണ്ടായിരുന്നു. അയാൾ മോഷ്ടിക്കുന്ന പണം മുഴുവനും ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് പങ്കിട്ടുകൊടുത്തു. റോബിൻ ഹുഡ് ഒരു ബാലനായിരുന്നപ്പോൾ ഒരു പണക്കാരൻ അവനെ കബളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പണക്കാരെ വളരെയധികം വെറുത്തിരുന്നത്. ബാലനായിരുന്നപ്പോൾ തന്നെ പണക്കാരെ വെറുതെ വിടില്ലെന്ന് അവൻ ശപഥം ചെയ്തിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ മോഷണം ആരംഭിച്ചു. വലുതായപ്പോഴേക്കും അവൻ മോഷണത്തിൽ സമർത്ഥനായി. പക്ഷെ മോഷ്ടിച്ച പണം മുഴുവനും അവൻ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നില്ല. എല്ലാം അവൻ പാവപ്പെട്ടവർക്ക് പങ്കുവച്ചു. റോബിൻ ഹുഡിന്റെ പേരും പ്രശസ്തിയും ഇംഗ്ലണ്ടിൽ മുഴുവനും പരന്നുകൊണ്ടിരുന്നു. ഷെർവുഡ് കാട്ടിലൂടെ യാത്ര ചെയ്യാൻ പണക്കാർ ഭയപ്പെട്ടു. കാരണം റോബിൻ ഹുഡ് തങ്ങളെ ആക്രമിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒരിക്കൽ അയാളെക്കുറിച്ച് അവർ ഷെരീഫിനോട് പരാതി പറഞ്ഞു. സർ, ഇന്നലെ ഞാൻ വ്യാപാരമെല്ലാം കഴിഞ്ഞ് കാട്ടിലൂടെ മടങ്ങി വരികയായിരുന്നു. എന്റെ വണ്ടിക്കകത്ത് ധാരാളം പണക്കിഴികൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് സന്ധ്യയോടടുത്ത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. പെട്ടെന്ന് റോബിൻ ഹുഡ് എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട് എന്റെ വണ്ടിയിലുണ്ടായിരുന്ന പണം മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോയി. എനിക്കെല്ലാം നഷ്ടമായി. ഇതെല്ലാം സംഭവിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. താങ്കൾ എന്നെ സഹായിക്കണം ഷെരീഫ്. അവന്റെ ശല്യം പരിധി വിട്ടു പോവുകയാണ്. റോബിൻ ഹുഡിനെ പിടിക്കാൻ ഷെരീഫിനെ എല്ലാവരും നിർബന്ധിച്ചു. അയാളെ ബന്ധിക്കാൻ ഷെരീഫ് പരമാവധി പരിശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ എല്ലാ പരിശ്രമങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു. ഒടുവിൽ മഹാരാജാവിന്റെ സഹായം ആവശ്യപ്പെടാൻ ഷെരീഫ് തീരുമാനിച്ചു. മഹാരാജാവേ, റോബിൻ ഹുഡിനെ പിടിക്കാൻ ഞാൻ പല വഴികളിലൂടെയും ശ്രമിച്ചു നോക്കി. പക്ഷെ എന്റെ പദ്ധതികളെല്ലാം തന്നെ പരാജയപ്പെട്ടു. അങ്ങ് കുറച്ച് നല്ല ഭടന്മാരെ എനിക്ക് തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പക്ഷേ മഹാരാജാവ് അത് നിരസിച്ചു. എന്ത്? ഒരു സാധാരണ മോഷ്ടാവിനെ പിടിക്കാൻ അവന്റെ പിറകെ എന്റെ ഭടന്മാരെ ഞാൻ അയക്കണമെന്നോ? അത് ഒരിക്കലും സാധ്യമല്ല. അവർക്കിവിടെ അതിനേക്കാൾ വലിയ ചുമതലകളുണ്ട്. മോഷ്ടാക്കളെ പിടിക്കുന്നത് നിങ്ങളുടെ കടമയാണ് ഷെരീഫ്. ഈ കാര്യം നിങ്ങൾ തന്നെ പരിഹരിക്കണം. ഇപ്പോൾ പോകാം. ആജ്ഞ പോലെ രാജാവേ. റോബിൻ ഹുഡിനെ പിടിക്കാനുള്ള സമ്മർദ്ദം കൂടുതൽ വർദ്ധിച്ചു. ഒരു ദിവസം റോബിൻ ഹുഡിനെ പിടിക്കാനായി ഷെരീഫ് ബുദ്ധിപരമായ ഒരു തന്ത്രം മെനഞ്ഞു. അടുത്ത ദിവസം അയാൾ പട്ടണത്തിലെ ധനികന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി. തന്റെ കൂട്ടുകാരെയും അദ്ദേഹം വിളിച്ചു. എന്നിട്ട് തന്റെ പദ്ധതിയെക്കുറിച്ച് അവരോട് പറഞ്ഞു. പട്ടണത്തിലെ ഏറ്റവും മികച്ച വില്ലാളികൾക്കായി ഒരു മത്സരം നടത്തണം. റോബിൻ ഹുഡ് ഈ മത്സരത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അവൻ ഒരിക്കലും സാധിക്കില്ല. അവൻ തീർച്ചയായും വരും. ആ സമയത്ത് എന്റെ ഭടന്മാർ അവനെ വിലങ്ങുവയ്ക്കും. ഇത് നല്ലൊരു ആശയം തന്നെയാണ്. ആ റോബിൻ ഹുഡ് തീർച്ചയായും വലയിൽ കുടുങ്ങിയിരിക്കും. റോബിൻ ഹുഡിനെ കുറിച്ച് ഷെരീഫ് പല കഥകളും മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ആ നാട്ടിലെ ഏറ്റവും മികച്ച വില്ലാളിയാണ് അവനെന്ന് അവരുടെ വിവരണത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. റോബിൻ ഹുഡും ഈ മത്സരത്തെക്കുറിച്ച് കേട്ടു. ഷെരീഫ് ഊഹിച്ചതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ അയാൾ അതിയായി ആഗ്രഹിച്ചു. ആ നാട്ടിലെ ഏറ്റവും മികച്ച വില്ലാളി അയാളാണെന്നും ആർക്കും അയാളെ തോൽപ്പിക്കാനാവില്ലെന്നും തെളിയിക്കാൻ അയാൾ ആഗ്രഹിച്ചു. ഹേ ബോബ്,
നീ അമ്പെയ്ത്ത് മത്സരത്തെ കുറിച്ച് കേട്ടോ? ഈ അറിയിപ്പ് കണ്ടില്ലേ? അടുത്ത ആഴ്ച നമ്മുടെ ഗ്രാമത്തിൽ ഒരു അമ്പെയ്ത്ത് മത്സരം നടക്കാൻ പോവുകയാണത്രേ. ഈ നാട്ടിൽ ഏറ്റവും മികച്ച വില്ലാളിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണത്. ഞാനും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അയാളുടെ സുഹൃത്ത് ബോബിന് വേറൊരു ആശയം തോന്നി. റോബിൻ, ഞാൻ പറയുന്ന കേൾക്ക്. എന്തുകൊണ്ടോ എനിക്കിതിലൊരു പന്തികേട് തോന്നുന്നുണ്ട്. നാട്ടുകാരുടെയും ഷെരീഫിന്റെയും ഗൂഢാലോചനയുടെ ഫലമായി നടത്തുന്ന മത്സരമായിരിക്കും ഇത്. ഈ മത്സരം നടത്തുന്നതിന്റെ ഉദ്ദേശം നിന്നെ ബന്ധനസ്ഥനാക്കി തടവിലാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ നിന്നെ കുടുക്കി തുറങ്കിലടയ്ക്കാൻ സാധ്യതയുണ്ട്. നീ പോകരുത് റോബിൻ. അത് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. പക്ഷെ മത്സരം വിജയിക്കണമെന്ന ആശയം അയാളുടെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞിരുന്നു. സുഹൃത്ത് പറഞ്ഞതൊന്നും കേൾക്കാൻ റോബിൻഹുഡ് തയ്യാറായില്ല. മത്സരത്തിൽ പങ്കെടുത്ത് താൻ എത്ര സമർത്ഥനാണെന്ന് എല്ലാവർക്കും തെളിയിച്ചു കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. മത്സരത്തിനുള്ള ദിവസവും സമാഗതമായി. മത്സരത്തിനുള്ള അരങ്ങ് തയ്യാറാക്കാൻ ഷെരീഫും സഹപ്രവർത്തകരും ഉത്സാഹിച്ചു പ്രവർത്തിച്ചു. നാട്ടുകാരെല്ലാവരും മത്സരം നടക്കുന്നയിടത്ത് ഒരുമിച്ച് കൂടി. ഷെരീഫും സഹപ്രവർത്തകരും റോബിൻഹുഡിന്റെ വരവിനായി കാത്തിരുന്നു. അവർ കുറേ സമയം കാത്തിരുന്നു. പക്ഷെ റോബിൻഹുഡ് അവിടെ എത്തിയില്ല. ഷെരീഫിന് ക്ഷമ നഷ്ടപ്പെട്ടു. അദ്ദേഹം ഭടന്മാരിൽ ഒരാളോട് ആജ്ഞാപിച്ചു, റോബിൻഹുഡ് ഇനിയും ഇവിടെ എത്തിയിട്ടില്ല. വേഗം പോയി നോക്ക്. അവനെ കണ്ടാൽ എന്നെ വിവരം അറിയിക്കണം. ഭടൻ പുറപ്പെട്ടു. എന്നിട്ട് റോബിൻഹുഡിനെ തിരഞ്ഞു നോക്കി. എന്നാൽ കുറെ നേരം തേടി നോക്കിയിട്ടും ഭടന് റോബിൻഹുഡിനെ കാണാൻ സാധിച്ചില്ല. നിരാശയോടെ അയാൾ ഷെരീഫിന്റെ അടുത്തേക്ക് ചെന്നു. ക്ഷമിക്കണം ഷെരീഫേ, എനിക്ക് റോബിൻഹുഡിനെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്ത്? നിങ്ങൾ മത്സരാർത്ഥികളെയെല്ലാം പരിശോധിച്ചോ? എങ്ങനെയാണ് ഇത്ര ഉറപ്പ് പറയുന്നത്? എങ്കിൽ നമ്മുടെ പദ്ധതികളെ കുറിച്ച് അവൻ അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് മത്സരത്തിൽ നിന്ന് അവൻ പിന്മാറിയത്. മത്സരം ആരംഭിച്ചു. ഷെരീഫിന്റെ സുഹൃത്തായ ജോണും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ അതിസമർത്ഥനായ വില്ലാളിയായിരുന്നു. കൂടാതെ വളരെ പ്രശസ്തനുമായിരുന്നു. മത്സരം ആരംഭിച്ചു. ഓരോ ചുറ്റും കഴിയുന്തോറും മത്സരാർത്ഥികൾ ഓരോരുത്തരായി പുറത്താക്കപ്പെട്ടു. പച്ച നിറത്തിലുള്ള വസ്ത്രവും മഞ്ഞ തലപ്പാവും അണിഞ്ഞ ഒരു മത്സരാർത്ഥിയും ഉണ്ടായിരുന്നു. അയാൾ അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളെയും തോൽപ്പിച്ച് മുന്നേറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവസാനത്തെ ചുറ്റായി. ജോൺ എന്ന മത്സരാർത്ഥിയും മഞ്ഞ തലപ്പാവ് ധരിച്ച മത്സരാർത്ഥിയും തമ്മിൽ ഉഗ്രൻ പോരാട്ടം നടന്നു. കാണികൾ ഇത് കണ്ടപ്പോൾ രണ്ടുപേരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിലത്തെ ചുറ്റും വന്നു. അവസാനത്തെ അമ്പെയ്യാനുള്ള സമയമായി. ഈ ചുറ്റിലെ വിജയി ആ നാട്ടിലെ ഏറ്റവും സമർത്ഥനും വിദഗ്ധനുമായ വില്ലാളിയായി തിരഞ്ഞെടുക്കപ്പെടും. വിജയിക്ക് ഒരു സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്വർണ്ണ അമ്പ്. ആദ്യത്തെ ഊഴം ജോണിനായിരുന്നു. ജോൺ ഉന്നം കുറിച്ച് അമ്പ് തൊടുത്തുവിട്ടു. അമ്പ് ഒത്ത നടുവിൽ തന്നെ തറച്ചു. ഷെരീഫിന് സന്തോഷമായി. അദ്ദേഹം തന്റെ സുഹൃത്തിനെ അനുമോദിച്ചു. അടുത്തത് പച്ച വസ്ത്രം ധരിച്ച വില്ലാളിയുടെ ഊഴമായിരുന്നു. അയാൾ ഉന്നം തൊടുത്തു, നേരെ നോക്കി അമ്പെയ്തു. അമ്പ് വായുവിൽ പോയിക്കൊണ്ടേയിരുന്നു. അത് ജോണിന്റെ അമ്പിനെ തെറിപ്പിച്ച് ഉന്നത്തിൽ തന്നെ തറച്ചു. അതൊരത്ഭുതമായിരുന്നു. എല്ലാവരും അത് കണ്ട് ഞെട്ടിത്തെറിച്ചു. ആരും ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയില്ല. ജനങ്ങളുടെ അമ്പരപ്പ് മാറിയപ്പോൾ മഞ്ഞ തലപ്പാവണിഞ്ഞ മത്സരാർത്ഥിയെ എല്ലാവരും അനുമോദിച്ചു. അയാൾ വീണ്ടും 2 അമ്പുകളും കൂടി തൊടുത്തുവിട്ടു. അവ ഷെരീഫ് ഇരുന്നിരുന്ന കസേരയുടെ 2 വശങ്ങളിലും തറച്ചു കയറി. ഷെരീഫ് ഞെട്ടിപ്പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവരും അറിയുന്നതിന് മുൻപ് അയാൾ വേറൊരു അമ്പും കൂടി തൊടുത്തു. അത് സ്വർണ്ണ അമ്പിൽ തട്ടി. അത് നേരെ അയാളുടെ കൈകളിൽ വീണു. മഞ്ഞ തലപ്പാവണിഞ്ഞ വ്യക്തി മറ്റാരുമല്ല, റോബിൻഹുഡ് ആയിരുന്നു.
ഷെരീഫ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് അയാൾ തലപ്പാവ് താഴേക്ക് വലിച്ചെറിഞ്ഞ് മതിൽ ചാടി അവിടെ നിർത്തിയിരുന്ന കുതിരപ്പുറത്ത് കയറി ഓടിച്ചുപോയി. മിന്നൽ വേഗത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. അതാരാണെന്ന് ഷെരീഫിന് മനസ്സിലായി. അദ്ദേഹം ഭടന്മാരോട് ആജ്ഞാപിച്ചു, പിടിക്കവനെ, അവനാണ് റോബിൻ ഹുഡ്. പക്ഷേ ഭടന്മാർ പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ റോബിൻ ഹുഡ് അപ്രത്യക്ഷനായിരുന്നു. തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്ന് റോബിൻ ഹുഡ് ഒരിക്കൽ കൂടി തെളിയിച്ചു. Aladdin and the Magic Lamp. പണ്ട് ഒരു രാജ്യത്ത് അലാവുദ്ദീൻ എന്നൊരു നല്ല കുട്ടി ജീവിച്ചിരുന്നു. അവൻ സുന്ദരനും സമർത്ഥനുമായിരുന്നു, അതേസമയം അലസനുമായിരുന്നു. അവന്റെ അമ്മ ജീവിക്കാൻ വേണ്ടി പഴങ്ങൾ വിറ്റുകൊണ്ടിരുന്നപ്പോൾ അവൻ മാർക്കറ്റിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു വൃദ്ധൻ അലാവുദ്ദീനെ അന്വേഷിച്ച് മാർക്കറ്റിലേക്ക് വന്നു. ഹേ കുട്ടി, ഇവിടെ വരൂ. എന്താ വേണ്ടത്? നീ അലാവുദ്ദീനാണോ? അതെ. ഞാൻ നിന്റെ അച്ഛന്റെ സുഹൃത്താണ്. നിന്നെയും നിന്റെ അമ്മയെയും സഹായിക്കാനാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അതെ, ഞാൻ ഈ നാട്ടിൽ നിന്നും വളരെ അകലേക്ക് പോയിരുന്നു. നിങ്ങളെ കാണാൻ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് നിന്റെ അച്ഛൻ മരിച്ച വിവരം ഞാൻ അറിഞ്ഞത്. അവൻ എന്നോട് സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. നീ എന്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് കുറച്ച് സ്വർണം തരാം. ഞാനൊന്ന് അമ്മയോട് പറയട്ടെ. സമയം കളയാൻ പറ്റില്ല. നിനക്ക് സ്വർണം ആവശ്യമുണ്ടോ അതോ വേണ്ടയോ? അലാവുദ്ദീൻ അയാളെ വിശ്വസിച്ചില്ല. പക്ഷേ അവന് സ്വർണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവൻ അയാളുടെ കൂടെ ആ രാജ്യം വിട്ടുപോയി. അവർ നോവ എന്ന രാജ്യത്തിന്റെ മധ്യത്തിലുള്ള വലിയൊരു പാറയുടെ അടുത്തെത്തി. വൃദ്ധൻ ചില മന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ പാറയുടെ ഒരു വശം തുറന്ന് ഒരു തുരങ്കം കാണപ്പെട്ടു. ഇയാൾ ഒരു മാന്ത്രികനായിരിക്കണം. ഞാൻ സൂക്ഷിച്ചേ മതിയാവും. ആ തുരങ്കത്തിലേക്ക് കടക്കും. അതിലൂടെ പോയാൽ ഒരു ഗുഹ കാണാം. അവിടെ ഒരു പഴയ വിളക്കുണ്ടായിരിക്കും. അതെനിക്ക് കൊണ്ടുവന്നതാ. നിങ്ങൾക്ക് തന്നെ പോയെടുത്താൽ എന്താ? എനിക്ക് വയസ്സായില്ലേ. നീ വെറുതെ സമയം കളയില്ലേ. ചെല്ല്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. വല്ലാത്ത ഇരുട്ടാണ്. ഇതാ, ഈ മോതിരം അണിഞ്ഞോളൂ. ഇത് നിനക്ക് വഴി കാണിച്ചു തരും. അലാവുദ്ദീൻ തുരങ്കത്തിൽ കയറിയ ഉടനെ മോതിരം പ്രകാശിക്കാൻ തുടങ്ങി. തുരങ്കത്തിൽ പടികളുള്ളതവൻ കണ്ടു. അതിലൂടെ താഴെ ഇറങ്ങിയപ്പോൾ നിധിശേഖരം അവൻ കണ്ടു. ഹായ്, എന്തുമാത്രം സ്വർണങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളുമാണ്. എന്നിട്ടും ആ മാന്ത്രികന് പഴയ വിളക്ക് മാത്രം മതിയെന്നോ? അലാവുദ്ദീൻ ആ വിളക്ക് കണ്ടുപിടിച്ചു. എന്നിട്ട് കഴിയുന്നത്ര നിധികളും അവൻ കയ്യിലെടുത്തു. ഹേ മടയാ, വേഗം തിരിച്ചു വാ. ഈ തുരങ്കം അധിക നേരം തുറന്നിരിക്കില്ല. എത്രയും വേഗം ഗുഹയിൽ നിന്ന് പുറത്തു കിടക്കാൻ അലാവുദ്ദീൻ ശ്രമിച്ചു. പക്ഷെ നിധിയുടെ ഭാരം കൊണ്ട് അവന് വേഗത്തിൽ നടക്കാൻ കഴിഞ്ഞില്ല. ഓ, എന്തൊരു ഭാരമാണിതിന്. വേഗം പുറത്തേക്ക് വാ, വേഗമാട്ടെ. ഗുഹയിൽ നിന്ന് വേഗം പുറത്തു കിടക്കാൻ അലാവുദ്ദീൻ ശ്രമിച്ചെങ്കിലും തുരങ്കം അടയാൻ തുടങ്ങിയിരുന്നു. ആ വിളക്കെനിക്ക് എറിഞ്ഞതാ. ഇല്ല, എന്നെ പുറത്തേക്ക് കൊണ്ടുപോകൂ. എടാ മടയാ, ആ വിളക്ക് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകും. അലാവുദ്ദീൻ ആ മാന്ത്രികനെ വിശ്വസിച്ചില്ല. ഏതാനും രത്നങ്ങൾ ഭാണ്ഡത്തിൽ നിന്ന് അവൻ എടുത്തു മാറ്റിയെങ്കിലും തുരങ്കം മൂടിക്കഴിഞ്ഞിരുന്നു. ഗുഹയ്ക്കുള്ളിൽ തനിച്ചായ അലാവുദ്ദീൻ അസ്വസ്ഥതയോടെ കൈകൾ തിരുമ്മിയപ്പോൾ മോതിരത്തിൽ കൈ ഉരഞ്ഞു. ഉടനെ അവിടെ ഒരു ഭൂതം പ്രത്യക്ഷനായി. ആജ്ഞാപിച്ചാലും യജമാനനെ. നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വീണ്ടും ജീവൻ തന്നതിന് നന്ദി. എനിക്ക് താങ്കൾ ചെയ്തു തന്ന സഹായത്തിന് ഞാൻ 3 വരങ്ങൾ നൽകുന്നു. എന്താണ് വേണ്ടതെന്ന് ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് എന്നോട് ചോദിക്കുക. ഓ, ഒരുപാട് നന്ദി. എന്നെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകൂ. അങ്ങയുടെ ആഗ്രഹം പോലെ ആകട്ടെ യജമാനനെ. അലാവുദ്ദീൻ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി തന്റെ വീടിന്റെ മുമ്പിൽ തിരിച്ചെത്തി. ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തിയല്ലോ. സുരക്ഷിതനായി തിരിച്ചെത്തിയ അലാവുദ്ദീൻ മാന്ത്രികൻ എന്തുകൊണ്ടാണ് പഴയ വിളക്ക് ആവശ്യപ്പെട്ടതെന്ന് ആലോചിച്ചു. അവൻ ആ വിളക്കെടുത്ത് അതിലെ പൊടി തുടച്ചു. വിളക്ക് കുലുങ്ങി. അതിൽ നിന്നും വിചിത്രമായൊരു രൂപം പുറത്തേക്ക് വന്നു. എന്തു വേണമെങ്കിലും ചോദിക്കാം, ഞാൻ നിറവേറ്റി തരും. നീ ആരാണ്? ഞാൻ ഈ അത്ഭുത വിളക്കിലെ ഭൂതമാണ്. ഏത് ആവശ്യങ്ങളും നിറവേറ്റാൻ എനിക്ക് സാധിക്കും. ഇത് സത്യമാണോ? എങ്കിൽ എന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരനാക്കൂ. അപ്പോൾ തന്നെ അലാവുദ്ദീന്റെ വീട് ഒരു വലിയ മാളികയായി മാറി. അവന്റെ വസ്ത്രങ്ങൾ മാറി പകരം രാജകീയ വസ്ത്രങ്ങളായി. അവൻ പണക്കാരനായി. എന്റെ വീടെവിടെ? ഞാൻ ഈ മാളിക മുൻപിടെ കണ്ടിട്ടില്ലല്ലോ.
അമ്മേ, ഇതാണ് ഇനി നമ്മുടെ വീട്. നമ്മൾ പണക്കാരായി മാറി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അമ്മേ, അച്ഛൻ്റെ ഒരു സ്നേഹിതനാണ് ഇതിനെല്ലാം കാരണം. അലാവുദ്ദീന്റെ പ്രതാപം രാജ്യം മുഴുവനും അറിഞ്ഞു. എല്ലാവരോടും കരുണയും സ്നേഹവും കാണിക്കുന്ന ഒരു പണക്കാരനായി അവൻ മാറി. മഹാരാജാവും അവനെക്കുറിച്ച് അറിഞ്ഞു. ആരാണ് ഈ അലാവുദ്ദീൻ? അയാളെ എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്. അയാളോട് കൊട്ടാരത്തിലേക്ക് വരാൻ പറയൂ. അലാവുദ്ദീൻ രാജാവിനെ കാണാൻ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി വന്നു. അലാവുദ്ദീൻ, എന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. താങ്കളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. ഈ സമ്മാനങ്ങൾക്ക് നന്ദി. എന്നെ ക്ഷണിച്ചതിന് നന്ദി മഹാരാജാവേ. എനിക്ക് താങ്കളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ എത്തിയതുകൊണ്ട് അത് ചോദിച്ചോട്ടെ? ചോദിക്കൂ, എന്താണത്? ഞാൻ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാരാജാവ് അത്ഭുതത്തോടെ രാജകുമാരിയെ നോക്കി. അലാവുദ്ദീനെ കണ്ട നിമിഷം തന്നെ രാജകുമാരിക്ക് അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവനെക്കുറിച്ച് പല നല്ല വാർത്തകളും അവൾ കേട്ടിരുന്നു. മഹാരാജാവിന് അത് മനസ്സിലായി. അദ്ദേഹത്തിനും അവനെ ഇഷ്ടപ്പെട്ടു. അവരുടെ വിവാഹം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ആഘോഷം ആരംഭിച്ചു. എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ അലാവുദ്ദീന്റെ വിവരങ്ങൾ അറിഞ്ഞ മാന്ത്രികന് അത് രസിച്ചില്ല. അയാൾ കോപാകുലനായി ആ വിളക്ക് സ്വന്തമാക്കാൻ തീരുമാനിച്ചു. വിവാഹത്തിന് തലേ ദിവസം ഒരു വിളക്ക് വ്യാപാരിയുടെ വേഷത്തിൽ അയാൾ അലാവുദ്ദീൻ ഇല്ലാത്തപ്പോൾ അവിടെ എത്തി. വിളക്ക് വേണോ? വിളക്ക് വേണോ? പഴയ വിളക്കുകൾക്ക് പകരം ഞാൻ പുതിയ വിളക്ക് തരും. പഴയ വിളക്കുകൾ കൊണ്ടുവരൂ, ഞാനത് മാറ്റിത്തരാം. ഇതൊരു സുവർണാവസരമാണ്. നിങ്ങളുടെ വിളക്കുകൾ കാണിക്കൂ, എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കട്ടെ. വിളക്ക് വ്യാപാരിയുടെ വേഷത്തിൽ വന്ന മാന്ത്രികൻ അലാവുദ്ദീന്റെ അമ്മയ്ക്ക് ഏറ്റവും മികച്ച വിളക്ക് കാണിച്ച് പഴയ വിളക്കിന് പകരം പുതിയ വിളക്ക് വാങ്ങാൻ അവരെ നിർബന്ധിച്ചു. അലാവുദ്ദീന്റെ കയ്യിലുള്ള പഴയ വിളക്കിനെക്കുറിച്ച് അമ്മയ്ക്ക് ഓർമ്മ വന്നു. ആ വിളക്കെടുക്കുവാനായി അമ്മ അകത്തേക്ക് പോയി. ആഹാ! ഇത്ര പെട്ടെന്ന് കാര്യം സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ പദ്ധതി ഇതാ നിറവേറാൻ പോവുകയാണ്. ഇതാ വിളക്ക്. ആ വിളക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാതെ ആ വിളക്ക് അമ്മ അയാൾക്ക് കൊടുത്തു. ഇതാ ആ പഴയ വിളക്കിന് പകരം എന്റെ അടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ വിളക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത്ഭുത വിളക്ക് കയ്യിൽ കിട്ടിയ ഉടനെ മാന്ത്രികൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അലാവുദ്ദീൻ, നീ ശരിക്കും ഒരു മടയൻ തന്നെയാണ്. മാന്ത്രികനെ കണ്ട് അലാവുദ്ദീൻ ഞെട്ടി. മാന്ത്രികൻ പെട്ടെന്ന് അത്ഭുത വിളക്ക് ഉരച്ചു. ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ആവശ്യമറിയിക്കൂ, ഞാനത് നിറവേറ്റി തരും. ഭൂതമേ, നീ അലാവുദ്ദീന് നൽകിയ എല്ലാ സമ്പത്തും സൗകര്യങ്ങളും ഉടനെ തിരിച്ചെടുക്കൂ. അവനെ വീണ്ടും തെരുവിലേക്ക് തിരിച്ചയക്കൂ. അപ്പോൾ തന്നെ അലാവുദ്ദീന്റെ മാളികയുടെ സ്ഥാനത്ത് പഴയ വീടായി. അവന്റെ സമ്പത്ത് മുഴുവനും അദൃശ്യമായി. അവന്റെ വസ്ത്രങ്ങളും പഴയതുപോലെയായി മാറി. അലാവുദ്ദീൻ വീണ്ടും ദരിദ്രനായി. രാജകുമാരിയും രാജാവും ഈ രാജ്യത്തുള്ള എല്ലാവരും അലാവുദ്ദീനെ മറന്നു പോകണം. അങ്ങാടിയിലുള്ളവർ ഇവനെ പഴവിൽപ്പനക്കാരിയുടെ മകനായി തന്നെ തിരിച്ചറിയണം. നാളെ രാജകുമാരിയുമായുള്ള എന്റെ വിവാഹം നടക്കണം. ഇതെല്ലാമാണ് എന്റെ ആഗ്രഹങ്ങൾ. അടുത്ത ദിവസം മാന്ത്രികനും രാജകുമാരിയും തമ്മിലുള്ള വിവാഹമാണ്. അലാവുദ്ദീന്റെ ഹൃദയം തകർന്നു. പണക്കാരനും ദയാലുവുമായിരുന്ന അവനെ ആരും തിരിച്ചറിഞ്ഞില്ല. രാജകുമാരിയും അവനെ മറന്നു. അവൾ മാന്ത്രികനെ വിവാഹം കഴിക്കാൻ തയ്യാറായി. എല്ലാവരും ഭൂതത്തിന്റെ മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടു. പക്ഷേ അലാവുദ്ദീൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൻ കൊട്ടാരത്തിൽ ചെന്ന് വിവാഹം തടയാൻ തീരുമാനിച്ചു. എന്നെ അകത്തേക്ക് വിടൂ. ഞാനാണ് രാജകുമാരിയെ വിവാഹം കഴിക്കേണ്ടത്. ആ മാന്ത്രികൻ നിങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചിരിക്കുന്നു. നീയോ? നീയാണോ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഭടന്മാർ അലാവുദ്ദീനെ തെരുവിലേക്ക് തള്ളിയിട്ടു. അവൻ അകത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവന് മാന്ത്രികൻ കൊടുത്ത മോതിരത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അതവന്റെ വിരലിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അതവന് കൊടുത്തത് ഭൂതമായിരുന്നില്ലല്ലോ. ഇതുകൊണ്ട് എനിക്ക് അകത്ത് കിടക്കാം. അവൻ മോതിരം ഉരച്ചപ്പോൾ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ആജ്ഞാപിച്ചാലും യജമാനനെ. വേഗം എന്നെ രാജകുമാരിയുടെ അടുത്ത് കൊണ്ടുപോകൂ. അലാവുദ്ദീൻ ഉടൻ തന്നെ കൊട്ടാരത്തിനകത്തെത്തി. രാജകുമാരി വിവാഹത്തിന് ഒരുങ്ങുന്നത് അവൻ കണ്ടു. അവൻ മുറിക്കകത്ത് കടന്നു. മാന്ത്രികൻ എവിടെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. മോതിരത്തിലെ ഭൂതത്തോട് ഒരു വരം കൂടി ചോദിക്കാമെന്ന് അവൻ ആലോചിച്ചു. മോതിരത്തിലെ ഭൂതമേ, എന്നെ അത്ഭുത വിളക്കിന് അടുത്തെത്തിക്കൂ. ഉടൻ തന്നെ അലാവുദ്ദീൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി മാന്ത്രികന്റെ മുറിയിലെത്തി. മാന്ത്രികൻ വിവാഹത്തിന് ഒരുങ്ങുകയായിരുന്നു. അലാവുദ്ദീൻ മുഖം മറച്ച് മുറിക്കകത്ത് പ്രവേശിച്ചു. രാജാവേ, അങ്ങയെ വിവാഹത്തിന് വേണ്ടി ഒരുക്കാനാണ് ഞാൻ വന്നത്. ശരി, എനിക്ക് എന്റെ ടർബനും ഷൂസും എടുത്തുകൊണ്ടുവരൂ. മാന്ത്രികൻ തന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലാവുദ്ദീൻ മുറികൾ പരിശോധിച്ച് വിളക്ക് കണ്ടുപിടിച്ചു. അവൻ ആ വിളക്ക് ഉരച്ചു. ആവശ്യമറിയിക്കൂ, ഞാനത് നിറവേറ്റി തരുന്നതായിരിക്കും. അലാവുദ്ദീന്റെ കയ്യിൽ വിളക്ക് കണ്ട് മാന്ത്രികൻ ഞെട്ടി.
ഭൂതമേ, താൻ ആരാണെന്നത് മാന്ത്രികൻ മറന്നു പോകണം. രാജകുമാരിക്ക് എന്നെ വീണ്ടും ഓർമ്മ വരണം. നഷ്ടപ്പെട്ട ധനം മുഴുവൻ എനിക്ക് തിരിച്ചു കിട്ടുകയും വേണം. അലാവുദ്ദീന്റെ വസ്ത്രങ്ങൾ വീണ്ടും രാജകീയമായി. മാന്ത്രികൻ താൻ ആരാണെന്നറിയാതെ അങ്ങുമിങ്ങും നടന്നു. അലാവുദ്ദീൻ ഭൂതത്തിന് നന്ദി പറഞ്ഞു, അതിനെ വിളക്കിൽ നിന്ന് മോചിപ്പിച്ചു. നന്ദി അലാവുദ്ദീൻ, ഞാൻ എന്നും നിങ്ങളുടെ നല്ല ഒരു സുഹൃത്തായിരിക്കും. രാജകുമാരിക്ക് വീണ്ടും അലാവുദ്ദീനെ ഓർമ്മ വന്നു. നിശ്ചയിച്ച ദിവസം തന്നെ അവർ വിവാഹിതരായി. മാന്ത്രികൻ തെരുവുകളിൽ ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നു. അലാവുദ്ദീൻ സന്തോഷത്തോടെ അനേകകാലം ജീവിച്ചു.